ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജു വാലറ്റ്. +2 മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, 3 മാർക്കിൻ്റെ ഉണ്ട്, 4 മാർക്കിൻ്റെ ഉണ്ട്. എല്ലാ പാഠം ക്ലബ് ചെയ്ത് കുറേ തവണകളായിട്ട് നമ്മളൊരു +2 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടോ ആ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ മാത്സ് പേപ്പറിൽ കാണാറുള്ളൂ. നിങ്ങൾ ഏതൊരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ മോഡൽ എക്സാമിന്, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓണ പരീക്ഷയുടെ, അതിന് മുമ്പത്തെ വർഷത്തെ ഓണ പരീക്ഷയുടെ, അങ്ങനെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലബ് ചെയ്ത് അതിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉള്ള പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒരു ബേസ് ഇല്ലെങ്കിലും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും കൃത്യമായി നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഈസി ആയിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട് പറ്റും. മാത്സ് അങ്ങനെ ടഫായിട്ട് ഒരു ഭാഗമല്ല. ഈ ആദ്യത്തെ 5 പാഠങ്ങൾ അത്ര ടഫായിട്ടുള്ള സെക്ഷൻസ് അല്ല. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലത്തെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ഷുവർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എഡ്ജു വാലറ്റിൻ്റെ വാട്സപ്പ് ചാനലാണത്. ഫ്രീ വാട്സപ്പ് ചാനലാണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ ഒക്കെ വീഡിയോ അവിടെ വരുന്നുണ്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് ഫസ്റ്റ് ചോദ്യം. സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. നമുക്കൊരു ഫംഗ്ഷൻ എന്നേക്കാണ്. ഇത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള പാഠമാണ്. ഈ പാഠത്തിലെ വേറെ ടൈപ്പ് ചോദ്യം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കുള്ളൂ. എന്തായാലും ഈ പരീക്ഷയ്ക്ക് രണ്ടും ഉണ്ടാവും. ഈ ഫംഗ്ഷൻസിന്റെ ഭാഗവും ഒന്ന് റിലേഷൻസിന്റെ ഭാഗവും. അതിൽ റിലേഷൻസിന്റെ ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക കേട്ടോ, തൊട്ട് മുമ്പത്തെ വീഡിയോ. സോ ഇവിടെ ഫംഗ്ഷൻ ആണ്. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എന്തായാലും ഈ പാഠത്തിൽ നിന്ന് ഒരു 10 മാർക്കിന്റെ ചോദ്യം കൺഫേം ആയിട്ടുണ്ടാവും. ഫംഗ്ഷൻസിന് 2 ചോദ്യം, റിലേഷൻസിന് 2 ചോദ്യം. അപ്പോൾ ഒരു 12 മാർക്കിന് നമുക്ക് ഉറപ്പിക്കാം ഈ പാഠത്തിന്റെ വെയിറ്റേജ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മളെ കയ്യിലുള്ളത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എക്സ് ആണെങ്കിലും റിയൽ നമ്പർ, വൈ ആണെങ്കിലും റിയൽ നമ്പർ. നമ്മൾ എടുക്കുന്ന എക്സും വൈയും റിയൽ നമ്പർ ആയിരിക്കണം. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇതാണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ ആണോ? ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് 1 ഓർ നോട്ട് 1 ആണോ അല്ലെങ്കിൽ ഓൺ ടു ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ചെക്ക് വെദർ എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ ഓർ നോട്ട് 1 ഫംഗ്ഷൻ ആണോ അല്ലയോ, ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഫംഗ്ഷൻസിന് അതേ ചോദിക്കുള്ളൂ. 1 ആണോ ഓൺ ടു ആണോ എന്നേ ചോദിക്കുക. ചിലപ്പോൾ ചോദിക്കും ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നത് എന്താണ്? 1 ആണോ ഓൺ ടു ആണോ എന്നാണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ട് 1 ആണോ ഓൺ ടു ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യം 1 ആണോ നോക്കാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഏത് ഫംഗ്ഷൻ വന്നാലും ഇതുപോലെ ചെയ്യാം. 1 ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് റൂള്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് കൊടുക്കാം. ഏത് ചോദ്യം കിട്ടിയാലും 1 ആണോ നോക്കാനുള്ള മെത്തേഡ് ഇതാണ്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. ഇപ്പൊ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഉണ്ട് 3 - 4x. അപ്പൊ എഫ് ഓഫ് എക്സ് 1 എന്തായിരിക്കും? 3 - 4x1. എഫ് ഓഫ് എക്സ് 2 3 - 4x2. ഇനി ഇവിടുത്തെ ഒരേപോലെയുള്ള 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി -4x1 ഈക്വൽ ടു -4x2. -4 ക്യാൻസൽ ചെയ്താൽ x1 ഈക്വൽ ടു x2. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ എഫ് ഈസ് 1. ഇതാണ് നിങ്ങൾ ഏത് ചോദ്യം കിട്ടിയാലും ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് എഫ് ഓഫ് എക്സ് 1 എഫ് ഓഫ് എക്സ് 2 എന്ന് കൊടുക്കുക. ക്യാൻസൽ ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിലൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോവുക. ലാസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടണം? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് കൊടുത്ത് ചെയ്ത് വന്ന് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ ആ ഫംഗ്ഷൻ 1 ആണ്. അപ്പൊ 1 ആണ് നമുക്ക് മനസ്സിലായി. ഇവിടെ 1 ആണെന്ന് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഓൺ ടുവിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷെ അതെങ്ങനെ നോക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഓൺ ടു ആണോ എന്ന് എങ്ങനെ നോക്കാം? സപ്പോസ് ഓൺ ടു ആണോ എന്നും കൂടി ചോദ്യത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 4x ആണ്. ഇതിനെ y എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിന് y എന്നിട്ട് കൊടുക്കുക. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ എന്തുണ്ടാവും? ഈ ഇതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാ എക്സ് മാത്രം കിട്ടിയാൽ മതി നമുക്ക്. അപ്പൊ +3 എന്താവും? ഇങ്ങോട്ട് വരുമ്പോൾ -3 ആവും. ഈക്വൽ ടു -4x എന്ന് എഴുതാം. ഇതിനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോയി
ഇനി എക്സ് അല്ലേ കാണേണ്ടത്, അപ്പൊ -4 എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് പോകും, ഡിവിഷൻ ആയിട്ട് മാറും, ഡിവൈഡ് ആയിട്ട് മാറും. -4 ഇൻറ്റു എക്സ് ആണിത്, ഇൻറ്റു -4 ഡിവിഷൻ ആയിട്ട് മാറും. സോ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, -y-3, അല്ലെങ്കിൽ നിങ്ങൾക്ക് y-3/-4 ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് y എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അവിടുന്ന് 3 ആദ്യം കൊണ്ടുപോവാ, പിന്നെ -4 താഴത്തേക്ക് കൊണ്ടുപോവാ, ഇൻറ്റു ആയതുകൊണ്ട് എക്സ് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ R ആണ്, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, എക്സും റിയൽ നമ്പർ ആവണം, വൈയും റിയൽ നമ്പർ ആണ്. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുക. നമ്മൾ വൈക്ക് ഒരു റിയൽ നമ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. 1, വൈയുടെ അവിടെ 1 ഇട്ട് കൊടുത്തു, 1 -3/-4. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കറക്റ്റ് ഒരു റിയൽ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പോയിന്റ് ഉള്ള നമ്പറൊക്കെ എന്താണ്, റിയൽ നമ്പർ ആണ്. അപ്പൊ റിയൽ നമ്പർ തന്നെയാണ്. ഏതൊക്കെ നമ്പർ ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ 1/2, 3/2, 4/2 ഏതെങ്കിലും ഒക്കെ നമ്പർ ആണ്, അതെല്ലാം റിയൽ നമ്പർ ആണ്. പോയിന്റ് വന്നാലും ഇങ്ങനെ ഇപ്പോൾ 1/2 എന്ന് വന്നാലും 3/2 എന്ന് വന്നാലും ഒക്കെ റിയൽ നമ്പർ തന്നെയാണ്. അപ്പൊ ഇട്ട് കൊടുത്തതും റിയൽ നമ്പർ, വൈയും റിയൽ നമ്പർ, കിട്ടിയതും റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, f ഈസ് ഓൺ ടു. ഇപ്പൊ ഇവിടെ റിയൽ നമ്പർ ടു റിയൽ നമ്പർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഓൺ ടു ആയത്. സപ്പോസ് ഇതിന് പകരം ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ എക്സിന് അല്ലെങ്കിൽ വൈക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് കിട്ടുന്നത് ഒരു പോയിന്റ് നമ്പറാണ്, അത് നാച്ചുറൽ നമ്പർ അല്ല. വൈ നമ്മളൊരു നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുത്തു, പക്ഷെ എക്സ് കിട്ടുക ഇവിടെ നാച്ചുറൽ നമ്പർ അല്ല, എണ്ണൽ സംഖ്യകളല്ല. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ പോണതാണ് നാച്ചുറൽ നമ്പർ. അപ്പൊ നമ്മളൊരു നാച്ചുറൽ നമ്പർ വൈ ഇട്ട് കൊടുത്താൽ 1 എന്ന് കൊടുക്കുമ്പോൾ എക്സ് കിട്ടുക ഒരു പോയിന്റ് ഉള്ള നമ്പറാണ്. പോയിന്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല, അപ്പൊ അത് ഓൺ ടു ആവില്ല. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ടു അല്ല. പക്ഷെ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എക്സും വൈയും ഒക്കെ റിയൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഇത് ഓൺ ടു ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വേറെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടി മനസ്സിലാവും. പക്ഷെ എന്തായാലും കണ്ടീഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. f(x1) = f(x2) എന്ന് കൊടുക്കണമെന്നും അതിന് x1 = x2 എന്ന് കിട്ടണം. അതെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ആ മാർക്ക് നിങ്ങൾക്ക് പോരട്ടെ. അടുത്ത കുറച്ച് വലിയ ചോദ്യമാണ്. ഫൈൻഡ് dy/dx ഓഫ് ദ ഫംഗ്ഷൻ y(x) = x(y). ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇതുപോലെ ഒരാളുടെ മുകളിൽ വേറൊരാൾ വരിക, അങ്ങനെയല്ല നമുക്ക് ഇതിനെ പറയാൻ പറ്റുക, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ വേറെ സാമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസി ആവും. അതായത് ഒരാളുടെ മുകളിൽ വേറൊരാൾ വന്നാൽ നമ്മൾ രണ്ട് സൈഡും ലോഗ് എന്ന് കൊടുക്കണം. ലോഗ് y(x) ലോഗ് x(y) ഇങ്ങനെ കൊടുക്കുക. ഇവിടുത്തെ ചോദ്യം dy/dx കാണാനാണ് കേട്ടോ. dy/dx ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ലോഗ് അപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ മുകളിൽ താളെ താഴത്തേക്ക് ആക്കുക. ലോഗ് വന്നു കഴിഞ്ഞാൽ അപ്പം മുകളിൽ താള് പേടിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പൊ x log y എന്നാവും. അതേപോലെ ഇവിടെ ലോഗ് വന്നതുകൊണ്ട് y മുകളിലുള്ള y താഴത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇൻറ്റു ആണ്. x × log y, y × log x എന്നാണ്. ഇത് ഒരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ, ഇത് വേറെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നേക്കാണ്. ഇനി നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സൈഡും രണ്ട് ഫംഗ്ഷൻസ് ആണ് അല്ലെ. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു, ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു. അങ്ങനെ വന്നാൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? രണ്ട് ഫംഗ്ഷൻസ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. രണ്ട് ഫംഗ്ഷൻസ് ഇങ്ങനെ ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുക. രണ്ടാൾക്കാർ ഇതുപോലെ ഇൻറ്റു ആയിട്ട് വന്നു, നമുക്ക് dy/dx ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് റൂൾ അപ്ലൈ ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ. എന്താ പ്രൊഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് രണ്ടാമത്തേന്റെ ഡെറിവേറ്റീവ് എഴുതുക. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ആണ്. ഇനി ഈ വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. ഇങ്ങനെ വേണം ചെയ്യാൻ. എന്ത് ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി, ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതി. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/y, വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതിയിട്ട്
ആദ്യത്തെ ഡെറിവേറ്റീവ് എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതി. ഇനി സെക്കൻഡ് അതുപോലെ തന്നെ എഴുതിയിട്ട് ഒന്നാമത്തെ ഡെറിവേറ്റീവ് എഴുതിയിരിക്കും. ഇത് പഠിക്കുക. വൈയുടെ ലോഗ് എന്ന് പറഞ്ഞാൽ 1/y ഇൻറ്റു dy/dx ആണ്. ഇനി എക്സിന്റെ ആണെങ്കിൽ ഡെറിവേറ്റീവ് 1 ആണ് എന്ന് പഠിക്കുക. അതുപോലെ നമുക്ക് ഇവിടെ ചെയ്താലോ, എന്ത് ചെയ്യേണ്ടത്? റൂൾ പ്രൊഡക്റ്റ് റൂൾ തന്നെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. എക്സ് ഡെറിവേറ്റീവ് 1 ആണ്. വേണമെങ്കിൽ ഇവിടെ വീണ്ടും 1 എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോഗ് y വന്നപ്പോൾ 1/y, എന്നിട്ട് വൈയുടെ ഡെറിവേറ്റീവ് ആരാ? dy/dx. അതുപോലെ ഇവിടെ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y. വൈയുടെ ഡെറിവേറ്റീവ് ആരാ? dy/dx. അപ്പൊ ഇവിടെയും ഏത് റൂളാണ്? പ്രൊഡക്റ്റ് റൂൾ അല്ലേ അപ്ലൈ ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതിന്റെ ഡെറിവേറ്റീവ് ഇതാ ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് എഴുതി. ലോഗ് എക്സ് അതുപോലെ തന്നെ എഴുതിയിട്ട് വൈയുടെ ഡെറിവേറ്റീവ് dy/dx. ഇപ്പൊ എന്തായി മാറി? 1 ഇൻറ്റു എക്സ് എന്തായി? എക്സ് ആയി. നമുക്കൊന്ന് ചുരുക്കി എഴുതാം. x/y ഇൻറ്റു dy/dx ഒരു സൈഡ് നമുക്ക് കിട്ടി. ഇവിടെ 1 ഇൻറ്റു എക്സ് എക്സ്, എക്സും താഴെ വൈയും dy/dxഉം. ഇനി ഇവിടെ 1 ഇൻറ്റു ലോഗ് വൈ, ലോഗ് വൈ. ഇവിടെ ഇതുപോലെ 1 ഇൻറ്റു 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈ തന്നെ. ഈ മുകളിലത്തെ 3 ആളെന്താവും? y/x പ്ലസ് ഇനി ആരുണ്ട്? ലോഗ് എക്സ് ഇൻറ്റു dy/dx. ഇങ്ങനെ കിട്ടി. ഇനി സ്റ്റെപ്പുകൾ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ ഒരു 3 മാർക്കും 4 മാർക്കും നമുക്ക് കിട്ടും. നമുക്ക് dy/dx ആണ് ചോദ്യം. സോ dy/dxന്റെ ടേമിനെ അവിടെ തന്നെ നിർത്തുക. dy/dxന്റെ ടേമുകളെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടുത്തെ dy/dx ആരാ? x/y ഇൻറ്റു dy/dx. ഇതിന്റെ അടുത്തേക്ക് ഈ dy/dx കൊണ്ടുവരുമ്പോൾ അത് മൈനസ് എന്നായിട്ട് മാറും. മൈനസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx എന്നായി. അപ്പൊ ഇയാൾ ഇവിടെ തന്നെ നിർത്തി ഇതിനും കൂടി കൊടുക്കുന്നു. ഇനി ഇപ്പുറത്ത് ആരുണ്ട്? ഒരു y/x ഉണ്ട്. ഈ ലോഗ് വൈ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ലോഗ് വൈ എന്നാവും. ഈ 2 വട്ടങ്ങളെ ഒരുമിച്ചിട്ടു, ബാക്കി 2 ആൾക്കാരെ അപ്പുറത്തേക്ക് നീക്കി. ഇനി ഇവിടുന്ന് കോമൺ ആയിട്ട് ആ dy/dxകളെ പുറത്തേക്ക് എടുക്കുക. 2 dy/dxകളെ ഒന്നായിട്ട് പുറത്തേക്ക് എടുക്കുക. dy/dx ഇൻറ്റു 2 പുറത്തേക്ക് പോയാൽ ബാക്കി ആരുള്ളൂ? x/yയും മൈനസ് ലോഗ് എക്സും. ഇവിടെ ഉള്ള ആളെ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെക്കാം. ഇവിടുന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? dy/dxനെ കാണാൻ പറ്റും. dy/dx ഈക്വൽ ടു ഇൻറ്റു ആയിട്ട് കിടക്കണ ഈ ടേം മൊത്തം എന്താവും? ഡിവിഷനാവും. ഇവിടെ ഓൾറെഡി 1/x മൈനസ് ലോഗ് വൈ ഉണ്ട്. അതിന് താഴത്തേക്ക് ഇൻറ്റു ആയിട്ട് കിടക്കണ ഈ ടീം മൊത്തം താഴത്തേക്ക് പോയാൽ ഇതാണ് dy/dx. നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഒരാൾക്ക് ഇത് നന്നായി ചെയ്ത് പഠിക്കുക. 2-3 തവണ ചെയ്ത് പഠിച്ചാൽ ഇത് കിട്ടുള്ളൂ. ഒരാൾക്ക് മുകളിൽ വേറൊരാൾ വന്നാൽ ആദ്യം ലോഗ് കൊടുക്കുക, ആ മുകളിൽ താഴത്തേക്ക് ഇറക്കി. ഇനി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. dy/dxകൾ ഒരുമിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, 2 പേരും കൊണ്ടുവന്നു. മറ്റോരൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി dy/dx പുറത്തേക്ക് എടുത്ത് ഇതിനെ താഴത്തേക്ക് കൊടുത്താൽ dy/dx ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വേറെ ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, അറിയണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ. താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇതൊരു ലിങ്ക്, ഫസ്റ്റത്തെ ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഗ്രൂപ്പിലേക്ക് കയറാം. അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേറെയും ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് പഠിക്കാനുള്ളത് കിട്ടും. വിത്ത് ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ dy/dx കാണാനാണ്. 6 മാർക്കിനാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതിന് 2 മാർക്കും ഇതിന് 3 മാർക്കും 5 മാർക്കിന്റെ ചോദ്യമാണ്. ചിലപ്പോൾ 3 വെച്ചിട്ടും വരാറുണ്ട്. ഇത് 2 മാർക്കിനുള്ളതേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യം എന്താ? ഫൈൻഡ് dy/dx എന്നാണ്. y തന്നിട്ടുണ്ട്. y എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ ഓഫ് കോസ് ഓഫ് x². ഇതാണ് നമ്മുടെ ചോദ്യം. സൈൻ ഓഫ് കോസ് ഓഫ് x² എന്നൊരു ചോദ്യമാണ്. ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? dy/dx ആണ് നമുക്ക് ഇതിന്റെ കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ? ഇതൊന്നും ഇൻറ്റുകളല്ല, എല്ലാം ബ്രാക്കറ്റ്സുകളാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ആയിട്ടല്ല എടുക്കണേ. പ്രൊഡക്റ്റ് റൂൾ ഒന്നും കൊടുക്കണ്ട. ഇവിടെ എല്ലാം ബ്രാക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം സൈൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ആണ്. കോസ് സൈൻ്റെ ആരാ? കോസ്. ഇതിന്റെ ഈ ബ്രാക്കറ്റ് ഒക്കെ ഒപ്പം തന്നെ എഴുതി കൊടുക്കുക. ഓക്കെ,
അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം സൈൻ്റെ ഡെറിവേറ്റീവ് എഴുതി, സൈൻ്റെ ഡെറിവേറ്റീവ് കോസിന് എഴുതി, അതിന്റെ ബ്രാക്കറ്റ് ഒക്കെ ഒപ്പം അതുപോലെ തന്നെ എഴുതാം. അടുത്ത ആള് നമുക്ക് കോസിന്റെ എഴുതാം. കോസിന്റെ എന്താണ്? മൈനസ് സൈൻ ആണ്, അതിന്റെ ബ്രാക്കറ്റും അതിന്റെ ഒപ്പം തന്നെ കൊടുക്കുക. ഇനി മൂന്നാമത്തത് എക്സ് സ്ക്വയറിന്റെ ആണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. ഇങ്ങനെ വേണം ചെയ്യാൻ. ആദ്യം സൈൻ്റെ കോസിന് എഴുതുക, ബ്രാക്കറ്റ് ഒക്കെ ഒപ്പം എഴുതുക. അടുത്തത് കോസിന്റെ എഴുതുക, മൈനസ് സൈൻ, അതിന്റെ ബ്രാക്കറ്റും ഒപ്പം എഴുതുക. പിന്നെ എക്സ് സ്ക്വയറിന്റെ എഴുതുക. ഇത് വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. മൈനസ് ആദ്യം എഴുതിക്കോ, 2x ആദ്യം എഴുതിക്കോ, പിന്നെ ആരുള്ളോ? കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലും മാർക്കായി. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. അതും എന്താണ് ചോദ്യം? dy/dx കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിന് എന്ത് കണ്ടുപിടിക്കണം? dy/dx കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഓരോന്നിന്റെ എഴുതാം. എക്സ് സ്ക്വയറിന്റെ എന്താവും? 2x ആണ് പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്തിൻ്റെയൊക്കെയാണ് ഡെറിവേറ്റീവ്സ് പഠിച്ചത്? ഒന്ന് log എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണെന്ന് പഠിച്ചു. log വൈയുടെ ഡെറിവേറ്റീവ് 1/y, വൈയുടെ ഒപ്പം എഴുതണം dy/dx. എപ്പോഴും y എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒക്കെ dy/dx എന്ന് വരും. പിന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് പഠിച്ചു. അതുപോലെ എക്സ് സ്ക്വയറിന്റെ 2x ആണെന്ന് പഠിക്കുക. ഇനി സൈൻ എക്സിന്റെ ആണെങ്കിൽ കോസ് എക്സ് ആണ് ഡെറിവേറ്റീവ്, കോസ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണ്. ഇത്രയെങ്കിലും പഠിക്കുക. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. എക്സിന്റെ 1 ആണ്, എക്സ് സ്ക്വയറിന്റെ 2x ആണ്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആയി. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്ന് എക്സ് ഒന്ന് വൈ ഇൻറ്റു ആയിട്ട് വന്നേക്കുക. അപ്പൊ നമ്മൾ എന്ത്? രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ എഴുതി 2x, എക്സ് ഇൻറ്റു വൈ എന്നാണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എക്സ് ഇൻറ്റു വൈ ആണ്. രണ്ട് ഫംഗ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നാൽ പ്രൊഡക്റ്റ് റൂൾ. എന്താ പ്രൊഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതാ, രണ്ടാമത്തെ ഡെറിവേറ്റീവ്. രണ്ടാമത്തെ ആരാ? വൈ ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? എപ്പോഴും dy/dx. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതാ, എന്നിട്ട് ആദ്യത്തെ ഡെറിവേറ്റീവ് 1, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇനി വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താവും? എക്സ് സ്ക്വയറിന്റെ എന്തായി? 2x. അപ്പോൾ വൈ സ്ക്വയറിന്റെ എന്താവും? 2y. പക്ഷെ y ഉള്ളത് കൊണ്ട് ഒപ്പം എന്തും കൂടെ എഴുതാ? dy/dx കൂടെ എഴുതാം. 100ന് ഡെറിവേറ്റീവ് എപ്പോഴും 0. അതായത് നമ്പർ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ 0. അപ്പം ഇത് പഠിക്കുക. ഈ ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എക്സ് സ്ക്വയറിന്റെ 2x ആണ്. ഇതിനെന്താ ചെയ്യുക? ഫസ്റ്റ് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ്, ഇത് രണ്ടാമത്തെ ഡെറിവേറ്റീവ് വൈയുടെ. ഇത് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ് എക്സിന്റെ 1 ആണ്. ഇവിടെ വൈ സ്ക്വയറിന്റെ 2y എഴുതി, ഒപ്പം dy/dx കൂടെ എഴുതി. ഇനി നമ്മളിവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. dy/dxകളൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിരിക്കും. ഇതൊരു dy/dx, ഇതും dy/dx. ആരൊക്കെയാണ് dy/dx ഇവിടെ വന്നത്? എക്സ് ഇൻറ്റു ഒരു dy/dx ഉണ്ട്, 2y ഇൻറ്റു dy/dx ഉണ്ട്. രണ്ടൊന്നും ഒരുമിച്ച് ഒരു സൈഡിലേക്ക് ആക്കി വെക്കുക. ബാക്കിയുള്ള ആൾക്കാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഈ 2x അപ്പുറത്തേക്ക് പോകുമ്പോൾ -2x. 1 ഇൻറ്റു y ആണ് അല്ലെ? 1 ഇൻറ്റു y എന്താ? y. ഈ y അപ്പുറത്തേക്ക് പോകുമ്പോൾ -y. ഈ രണ്ട് വട്ടം ഇവിടെ നിർത്തി ബാക്കിയുള്ള 2xനെയും 1 ഇൻറ്റു വൈനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടുന്ന് dy/dx നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഈ dy/dx പുറത്തേക്ക് എടുത്തോ. ഈ dy/dx പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ആരേ ഉള്ളൂ? എക്സും പ്ലസ് 2y. എക്സ് പ്ലസ് 2y ഈക്വൽ ടു -2x -y. ഇവിടുന്ന് എങ്ങനെ നമുക്ക് dy/dx കാണാം? ഇത് ഇൻറ്റു ആണ്, ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയിക്കോളും. ഇൻറ്റു ആയിട്ടുള്ള ആൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പാഠമാണ്. ഇതിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും 20 മാർക്കിന് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനിയും ഇതുപോലത്തെയുള്ള ഉറപ്പുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആവും. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 20 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സ് ഉണ്ടാക്കാനാണ്. ഒരു 2x2 മെട്രിക്സ് നമ്മളോട് ഉണ്ടാക്കണം. അതിൽ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് AIJ എന്ന് പറഞ്ഞു. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അതിൽ ഹൂസ് എലമെന്റ്സ് AIJ എന്ന് പറയുന്നൊരു ഹിന്റ്, ഒരു സൂചന നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ആ സൂചന: i + j² / 2.
ഇത് ഉപയോഗിച്ച് നമ്മളോട് ഒരു 2/2 ഇങ്ങനത്തെ ഒരു ചോദ്യം കൺഫേം ആയിട്ടും വന്നിരിക്കും. ഇതുപോലെ ഒരു AIJ എന്ന് പറഞ്ഞൊരു സംഭവം തരും, ഐയും ജെ ഒക്കെ വെച്ചിട്ട്. അത് വെച്ചിട്ട് 2/2 3/3 3/2 ഉള്ള മെട്രിക്സ് നമ്മളോട് ഉണ്ടാക്കാനായിട്ട് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 2/2 മെട്രിക്സ് അല്ലേ നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ ഒരു മെട്രിക്സ് ഇങ്ങനെ വരയ്ക്കുക. എന്താ 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 റോ 2 കോളം. ഇത് ഒന്നാമത്തെ റോ, ഇതാണ് റോ. ഇത് രണ്ടാമത്തെ റോ, ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളമാണ്. 2 റോ 2 കോളം. ഇതാണ് ഒരു 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇയാളെ നമ്മൾ എന്തെന്ന് പറയാ? A11 എന്ന് പറയാ. ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. ഇതെന്താ പറയാ? രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. ഇതെന്ത് പറയും? ഒന്നാമത്തെ റോ A1 പക്ഷെ രണ്ടാമത്തെ കോളമാണ്. അപ്പൊ A12. അപ്പൊ A11 A12 A21 A22 ഇങ്ങനെ പറയാം. നമുക്കിതിൽ ഓരോന്നും കണ്ടുപിടിക്കുക. A11 എങ്ങനെ കാണാം? ഐയും ജെയും 1 കൊടുക്കുക, അത്ര തന്നെ. ഇവിടെ ഐക്ക് 1 ജെക്കും 1 കൊടുത്ത് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ 1ഉം 1ഉം കൂട്ടുമ്പോൾ 2, 2ന്റെ സ്ക്വയർ 4. സോ 4/2 എന്ന് പറഞ്ഞാൽ 2. ഇനി അടുത്ത ആള് A12 കാണാം. A11 കിട്ടി. ഇനി A12 കാണാം. A12 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? I1 J2 കണ്ടോ? 1ഉം 2ഉം 1ഉം 2ഉം കൊടുക്കുമ്പോൾ ഐക്ക് 1 കൊടുക്കുക, ജെക്ക് 2 കൊടുക്കുക ബൈ 2. 1 2 കൂടി കൂട്ടുമ്പോൾ 3, 3ന്റെ സ്ക്വയർ 9/2 എന്ന് വരും. 9/2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 4 എഴുതാം, അല്ലെങ്കിൽ 9/2 എഴുതിയാലും മതി. നമുക്ക് 9/2 എഴുതി വെക്കാം, അത് മതി. ഓക്കെ, 3ന്റെ സ്ക്വയർ 9 കേട്ടോ. ഞാനിത് A21 എന്ന് പറഞ്ഞാൽ എന്താ? I2 I2 J1. ഇത് I, ഇത് J കേട്ടോ. അപ്പോൾ I+J ഹോൾ സ്ക്വയർ എന്നല്ല തന്നിട്ടുള്ളത്, ബൈ 2. അപ്പൊ I2 J1 കൊടുത്താൽ അപ്പോൾ 2 + 1 3 ആണ്. 3യുടെ സ്ക്വയർ 9/2. അടുത്തത് A22 കൂടി ഉണ്ട്. A22 എന്ന് പറഞ്ഞാൽ ഐയും 2 ആണ്, ജെയും 2 ആണ്. അതിന്റെ സ്ക്വയർ ബൈ 2 അല്ലേ? ഐ 2 ഇട്ട് കൊടുക്കുക, സ്ക്വയർ കാണാം ബൈ 2. 4 ആണ്. 4ന്റെ സ്ക്വയർ 16/2 8. ഇപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി? എല്ലാ എലമെന്റ്സും നമുക്ക് കിട്ടിയില്ലേ? 4 ആൾക്കാർ നമുക്ക് കിട്ടിയില്ലേ? A11 എന്താ കിട്ടിയത്? 2. അപ്പൊ ഇവിടെ 2 എഴുതണം. A12 എന്താ കിട്ടിയത്? 9/2. അപ്പൊ ഇവിടെ 9/2 എഴുതണം. A21 ഇവിടെ നമുക്ക് കിട്ടിയത് 9/2, അവിടെ കൊടുക്കുക. ഇവിടെ കിട്ടിയത് 8, അപ്പൊ 8 ഒന്നും കൊടുക്കുക. കണ്ടോ? ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ 2/2 ആണെങ്കിൽ 2 റോ 2 കോളം, 3/3 ആണെങ്കിൽ 3 റോ, അതായത് ഇങ്ങനെ വരും. ഇങ്ങനെ കൊടുത്തിട്ട് 3 റോ വരും, 3 കോളം വരും. A11 A12 A13 A21 A22 A23 A31 A32 A33 ഓരോന്ന് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. ഇവിടുത്തെ ചോദ്യം A-B, നമുക്കൊരു 2 ഈക്വൽ മെട്രിക്സുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈക്വൽ മെട്രിക്സ് എന്ന് പറയാം കേട്ടോ. ആ ഈക്വൽ മെട്രിക്സിൽ എയും ബിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊരു മറ്റൊരു പേജിലെ ചെയ്ത് കാണിക്കാം. യെസ്. അപ്പൊ ഇവിടെ എങ്ങനെ തന്നിരിക്കുന്നത്? ഇവിടെ A-B, ഇവിടെ D, ഇവിടെ 2A-B, ഇവിടെ C. ഇപ്പുറത്ത് തന്നിട്ടുള്ളത് -1ഉം 4ഉം. ഇനി ഇവിടുത്തെ വാല്യൂ ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നമുക്കിത് ഇങ്ങനെ ABCD കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ X, Yയും Z വെച്ചിട്ടും ചോദിക്കൂ കേട്ടോ. ഇവിടെ നമുക്ക് 0 ആണ്, 0ഉം 5. യെസ്. ഇങ്ങനെ വന്ന് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈക്വൽ മെട്രിക്സുകളാണ് ഇവിടെ. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡിയുടെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്, അപ്പൊ D കിട്ടി 4. സിയുടെ സ്ഥാനത്ത് ഇവിടെ 5 ആണ്, അപ്പൊ സിയുടെ സ്ഥാനത്ത് 5. അപ്പൊ ഡിയും സിയും കിട്ടി. ഇനി എയും ബിയും കിട്ടിയാൽ മതി. ABCD ആണ്, സിയും ഡിയും കിട്ടി. ഇനി A-Bയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കണേ? -1 ആണ്. 2A-Bയുടെ സ്ഥാനത്ത് ഇപ്പുറത്ത് എന്താ കിടക്കുന്നത്? 0 ആണ്. അങ്ങനെ നേരെ തന്നിട്ടുള്ളതൊന്നും എടുത്ത് എഴുതാം. അപ്പൊ സിയും ഡിയും ഒക്കെ കിട്ടി. ഇനി ഇവരെ തമ്മിൽ നമുക്കൊന്ന് ശരിയാക്കാം. അതിലെ രണ്ടാമത്തെ ആളെ ഫസ്റ്റ് എഴുതിക്കോ. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ, ഇങ്ങനെ എഴുതാം. തന്നിരിക്കുന്ന 2 ഇക്വേഷൻസും 1ഉം 2ഉം ഒന്നിങ്ങനെ എഴുതാം. ഓക്കെ, വലുത് ഞാൻ മുകളിലേക്ക് എഴുതിയെന്നുള്ളൂ. 2 തുടങ്ങുന്നത് മുകളിലേക്ക് എഴുതി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ? ഇത് രണ്ടും കൂടി അങ്ങോട്ട് മൈനസ് ചെയ്യാം.
രണ്ടും കൂടി മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്തിനാ ഞാൻ മൈനസ് ചെയ്തേ? ഇവിടെ മൈനസ് ബി, ഇവിടെ മൈനസ് ബി. ഈ മൈനസ് ബിയും ഒരുപോലെ കിടക്കണം. ഇങ്ങനെ ഒരുപോലെ കിടക്കുന്ന ആളെ നമുക്ക് വെട്ടിക്കളയണം. ഒരുപോലെ ആരാണോ കിടക്കുന്നത് അവരെ നമ്മൾ വെട്ടിക്കളയാം. ഇവിടെ വെട്ടിക്കളയണമെങ്കിൽ മൈനസ് ബിയും കൂട്ടിയിട്ട് കാര്യമില്ല, കുറയ്ക്കണം. കുറയ്ക്കുമ്പോഴാണ് ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആയിട്ട് 0 കട്ട് ചെയ്ത് പോവുക. അപ്പൊ രണ്ട് മൈനസ് വന്നാൽ നമ്മൾ അതിനെ മൈനസ് ചെയ്താൽ അത് രണ്ടും വെട്ടിപ്പോവും. ഒന്ന് മൈനസ് ബി, വീണ്ടും മൈനസ് ബി. ഇവരെ കൂട്ടിയിട്ട് കാര്യമില്ല, -2b എന്നാവും. അപ്പൊ കൂട്ടരുത്, അപ്പൊ കുറയ്ക്കുക. കൂട്ടരുതെന്ന് മനസ്സിലായി തന്നെ. അപ്പൊ അത് കുറയ്ക്കുക, കുറച്ചത് വെട്ടിപ്പോക്കോളും. ഇനി ബാക്കിയുള്ള ഓരോ കുറച്ചോ, ഇവര് കുറച്ചപ്പോ വെട്ടിപ്പോയി. 2a ഒരു a പോയാൽ ബാക്കി ഒരു a. 0യിൽ നിന്ന് മൈനസ് ചെയ്യണം -1, അപ്പൊ +1. കണ്ടോ, 0യിൽ നിന്ന് മൈനസ് ചെയ്യുക -1 എന്ന് പറഞ്ഞാൽ എന്താ? +1, 1 കിട്ടി എയുടെ വാല്യൂ. ഇനി ബി കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തോ, ഇതെടുത്തോ. a - b = -1 അല്ലേ? a - b = -1 ആണ് അല്ലേ? a നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 എന്നും. സോ 1 - b = -1. ബി ആണ് കിട്ടേണ്ടത്. -b അപ്പുറത്തേക്കും +b, ഈ -1 ഇപ്പുറത്തേക്കും +1. സോ b = 2. സിയും ഡിയും കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ അറേഞ്ച് ചെയ്തിട്ട് എഴുതി. 2 മൈനസ് വന്നപ്പോൾ അത് കളയണമെങ്കിൽ നമ്മളിവിടെ മൈനസ് ചെയ്തു. ഇത് കുറച്ചപ്പോൾ എ എന്ന് കിട്ടി, ഇത് തമ്മിൽ കുറച്ചപ്പോൾ 1 എന്നും കിട്ടി. അപ്പോൾ എ കിട്ടി. നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. എയുടെ അവിടെ 1 എന്ന് കൊടുത്തു. ഈ -b ഇങ്ങോട്ട് വന്നപ്പോൾ +b ആയി, ഇത് ഇങ്ങോട്ട് പോയപ്പോൾ +1 ആയി. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി 2. സോ A1 ആണ്. A1, B2, C5, D4. ABCD കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളും എത്രയോ തവണകളായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തൊരു ഇതാണ്, നമുക്ക് ABC 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ആ 3 മെട്രിക്സുകളിൽ നിന്നുള്ള ചോദ്യം ഒന്ന് 3a - c ചെയ്യുക, പിന്നെ ഒന്ന് a × b ചെയ്യുക. ഇത് രണ്ടിനും 2 മാർക്ക് വരെ നമുക്ക് കിട്ടും. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം 3 × ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3a - c ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 3 × a ആദ്യം ചെയ്യണം. a എന്ന് പറഞ്ഞ മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. a ആരാ? 2 4 3 2. ഈ -c ചെയ്യുക. c ആരാണ്? c നമുക്ക് തന്നിട്ടുണ്ടല്ലോ, -2 5 3 4. ഇങ്ങനെ എഴുതാം. അപ്പോ 3a - c = ഇത് ചെയ്ത 3 × 2 6, 3 × 4 12, 3 × 3 9, 3 × 2 6. ഇങ്ങനെ ചെയ്യാം. 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ ഒരു -2 5 3 4 എന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? 3a - c എങ്ങനെ കാണാം? രണ്ടും കൂടി അങ്ങോട്ട് കുറച്ചോളൂ. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ കുറയ്ക്കുക. 6ൽ നിന്ന് കുറയ്ക്കണം -2ന്. എന്താ വരിക? 6 -2 8. രണ്ടും കൂടി പ്ലസ് ആവും. ഇതൊക്കെ സംശയമുള്ളവർ വേറെ സെപ്പറേറ്റ് കാൽക്കുലേറ്ററിൽ ചെയ്തോട്ടെ. ഇത് ഇട്ട് കൊടുത്തോ തെറ്റുന്നുള്ളവർ. അടുത്തത് 12ൽ നിന്ന് മൈനസ് ചെയ്യണം 5ന്. അപ്പം എന്ത് വരും? 7. 9ൽ നിന്ന് മൈനസ് ചെയ്യണം 3ന് 6. 6ൽ നിന്ന് മൈനസ് ചെയ്യണം 4 2. സോ 3a - c നമുക്ക് കിട്ടി. കണ്ടോ? അപ്പൊ എയും ബിയും ഒക്കെ തന്നിട്ട് ഇതേപോലെ ഓരോ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറൊക്കെ ഉണ്ട്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും മിസ്സാക്കേണ്ട, എളുപ്പമുള്ളതാണ്. അടുത്തൊരു ചോദ്യം നോക്കിയാൽ ഫൈൻഡ് a × b. എയും ബിയും കൂടി ഇൻറ്റു ചെയ്യാൻ. എയും ബിയും എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് a എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് ആണ്, ബിയും 2/2 മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എയും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നെ കിട്ടുക? ഒരു 2/2 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. 2/2 എന്ന് പറഞ്ഞാൽ 2 റോ 2 കോളം. അപ്പൊ ആദ്യം a11, പിന്നെ a12, പിന്നെ a21, a22 ഇൻറ്റു ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിങ്ങനെ നേരെ ഇൻറ്റു ചെയ്യാൻ പാടില്ല. പ്ലസും മൈനസും ഒക്കെ അങ്ങനെ ചെയ്യാം. പുറത്ത് കിടക്കുന്ന നമ്പറിനെ ഇൻറ്റു ചെയ്യാം. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നേരെ മൈനസ് ചെയ്യാം, കൂട്ടാം, കുറയ്ക്കാം. പക്ഷെ ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. രണ്ട് മെട്രിക്സുകൾ ഒരിക്കലും ഇങ്ങനെ നേരെ ഇൻറ്റു ചെയ്യരുത്. ഇൻറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതുക. എന്നിട്ട് ആദ്യത്തെ ആളെ കണ്ടുപിടിച്ചു. a11 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 അല്ലേ? അപ്പൊ 1ഉം 1ഉം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. 1 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ 2 × 1 അല്ലെങ്കിൽ 1 × 2 2 പ്ലസ് 4 × -2 -8. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ a12 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 2ഉം തമ്മിൽ ചെയ്യാം.
അപ്പോൾ 2 × 3 6, 4 × 5 20. അടുത്തത് A21 ആണ്. 2ഉം 1ഉം 2ഉം 1ഉം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2 ഇതാണ്, 1 എന്ന് പറഞ്ഞാൽ ഇത്. ഇങ്ങനെ ചെയ്യാം. 1 × 3 3, 2 × -2 -4. അപ്പൊ A22 എന്താവും? ഇവിടുത്തെ 2 എടുക്കുക, ഇവിടുത്തെ 2. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 3 × 3 9, 2 × 5 10. അപ്പൊ A × B is equal to -6, 26, -1 and 19. ഇതാണ് A × B. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെട്രിക്സിൽ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുള്ള ചോദ്യമാണ് ഇത്. 2 മാർക്ക് 2 മാർക്ക് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ഇങ്ങനത്തെ ചോദ്യം ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ വേറെ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് വന്നിരിക്കും. നിങ്ങൾ നാളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണല്ലോ, മിസ് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് സത്യം പറഞ്ഞാൽ ഒരു 3 മാർക്കിനൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സൈൻ എപ്പോഴാണ് 1/√2 വരിക? ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ അറിയണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞത്, ഇവിടെ ഒന്നും കൂടി അത് കാണിക്കാം. ഒരു ടേബിൾ പോലെ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. ഇതാണ് ആ ടേബിൾ. ഈ ടേബിൾ നിങ്ങളൊന്ന് വരച്ച് വയ്ക്കാം. ഈ ടേബിൾ നിങ്ങൾക്ക് അറിയണം. സൈന്, കോസ്, ടാന്, 0 പിന്നെ π/6, 6 4 3 2 എന്ന് ആലോചിച്ചാൽ മതി. 6 4 3 2, π/6, π/4, π/3, π/2. സൈൻ്റെ വാല്യൂസ് 0 പിന്നെ 1/2 വരും, 1/√2 വരും, √3/2 വരും, 1 വരും. ഈ ഫസ്റ്റ് റോ മാത്രം പഠിക്കുക. സൈൻ 0 0 ആണ്, സൈൻ π/6 1/, അല്ലെങ്കിൽ ഈ ഓർഡറിലും പഠിച്ചു വയ്ക്കുക. 0 1/2, താഴൊക്കെ 2 2 ആണ്, നടുവിലൊരു റൂട്ട് ഉണ്ട്, ഇപ്പുറത്ത് റൂട്ട് ഉണ്ട്, ഇവിടെ ഒക്കെ 1 1. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രിക്ക് വെച്ച് നമുക്ക് പറയാം. എങ്ങനെ പറയാം? 6 4, അതായത് 6 4 3 2. അപ്പോൾ π/6, π/4, π/3, π/2. 0യും കൂടി ഉണ്ടെന്ന് ആലോചിക്കുക. ഇനി എങ്ങനെ വാല്യൂസ് വന്ന എല്ലായിടത്തും ഇവിടെ സൈൻ 0 0 ആണ്. ഇനി ഈ വാല്യൂസ് എന്താ പറഞ്ഞാൽ എല്ലാത്തിനും താഴെ 2 2 2 2 എന്നുണ്ട്. ഇവിടെ 1 ആണ്. നടുവിലത്തെ ആൾക്ക് റൂട്ട് ഉണ്ട്, ഇവിടെ റൂട്ട് ഉണ്ട്, 3 ആണ്, ഇവിടെ 1 1. കണ്ടോ? ഇതാണ് ഫസ്റ്റ് റോ. ഈ ഫസ്റ്റ് റോ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൽ കോസിന്റെ വാല്യൂ ആയി. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. സൈൻ്റെ ഫസ്റ്റ് റോ എന്തായാലും പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി. 6 4 3 2, താഴെ എല്ലാം 2 ആണ്, ഇവിടെ 0 1 കേട്ടോ, നടുവിൽ ഒരു റൂട്ട് കൊടുക്കുക. അപ്പൊ ഈ ഫസ്റ്റ് റോ പഠിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൽ കോസായി. 1 √3/2, 1/√2, 1/2 0. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ആയി. 0യും 1ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 0. ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2 പോയിട്ട് 1/√3. ഇവിടെ √2 പോയിട്ട് 1/1 1 ആയി. ഇവിടെ 2 2 പോയിട്ട് √3/1 √3 എന്ന് വന്നു. ഈ ടേബിൾ പഠിച്ചു വയ്ക്കുക. ഈ ടേബിൾ ഒന്ന് വേഗം റഫായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാൽ എഴുതി വയ്ക്കുക. ഒരു റോ മാത്രം പഠിച്ചാൽ മതി. ഇത് തിരിച്ചിട്ടാൽ കോസായി, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാനായി, താഴത്തൊക്കെ വിട്ടിക്കളഞ്ഞാൽ മതി. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ആരാണ്? സൈൻ എപ്പോഴാണ് 1/√2 വരിക എന്നാണ് ചോദിക്കണേ. സൈൻ എപ്പോഴാണ് 1/√2 വരണേ? π/4. അപ്പൊ ആൻസർ ചെയ്താൽ π/4. കണ്ടോ? അത് അറിയാന്നുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടി. അടുത്ത ചോദ്യം എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കാണണം. പിന്നെ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 കാണണം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇത് നമ്മൾ 3ഉം കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഓരോ പീസ് കാണാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 നമുക്ക് എങ്ങനെയാണ്? ടാൻ എപ്പോഴാണ് 1 വരിക നോക്കിയാൽ, ടാൻ എപ്പോഴാണ് 1 വരുന്നത്? ഇതാ 1, ടാൻ 1 വരുന്നത് π/4ലാണ്. ടാൻ 1 വരുന്നത് π/4ലാണ്, നമ്മൾ മനസ്സിലാക്കി. ഇനിയോ അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആരാ? 1/2 π/3 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ്
1/2 എന്ന് പറയുന്നത് ആരാണ്? π/3 ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചോദ്യം എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. സോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്നാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്താന്ന് കിട്ടി? കോസ് എപ്പോഴാണ് 1/2 എന്നത്? π/3 ആണ് നമുക്ക് മനസ്സിലായി. π/3 ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ മൈനസ് ഉണ്ട്. മൈനസ് ഉണ്ടെങ്കിൽ ഒരു പൈ മൈനസ് ചെയ്യാം. പൈ മൈനസ് π/3 ചെയ്താൽ മതി. ഇവിടെ പൈയിൽ നിന്ന് കുറയ്ക്കാൻ കാരണം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ഇവിടെയാണ് കോസ് നെഗറ്റീവ് ആവുന്നത്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, ഇവിടെ കോസ് നെഗറ്റീവ് ആണ്, ഇവിടെ സൈൻ ആണ് പോസിറ്റീവ്. ഇവിടെ എല്ലാം പോസിറ്റീവ്, ഇവിടെ സൈൻ ആണ് പോസിറ്റീവ്. ഇവിടെയാണ് കോസ് പോസിറ്റീവ് ആവണേ, ഇവിടെ ടാനും പോസിറ്റീവ് ആവുന്നത്. അപ്പൊ ഇവിടെ എല്ലാം പോസിറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ ടാന് പോസിറ്റീവ്, ഇവിടെ കോസ് പോസിറ്റീവ്. അപ്പോൾ കോസ് നെഗറ്റീവ് ആയിട്ടുള്ളത് എവിടെയാണ്? ഇവിടെയാണ്, രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ്. അപ്പോൾ പൈയിൽ നിന്ന് കുറഞ്ഞു പോകണം. ഇതാണ് പൈ എന്ന് പറഞ്ഞ ലൈൻ. ഇവിടുന്ന് കുറയ്ക്കണം. സോ പൈ മൈനസ് π/3 ചെയ്യണം. ക്രോസ് ചെയ്തോ 3 × π 3π മൈനസ് 1 × π π/3 ഇങ്ങനെ ക്രോസ് ചെയ്യാം. മനസ്സിലായല്ലോ? 3 × π 3π 1 × π π 1 3 3. സോ 3π എന്നൊരു പൈ പോയാൽ 2π/3. അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടി. കോസ് ഇൻവേഴ്സ് ഓഫ് -1. മൈനസ് വന്നാൽ മാത്രം പൈന്ന് കുറയ്ക്കുക. കോസ് ആണെങ്കിൽ നെഗറ്റീവ് വന്നാൽ പൈന്ന് കുറയ്ക്കുക. അടുത്ത എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അതാണ് അടുത്തൊരു പീസ്. അത് നമുക്ക് സെപ്പറേറ്റ് കാണാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സൈൻ 1/2 എപ്പോഴാണ് വരാന്ന് ആ ടേബിളിൽ നിന്ന്. ആ ടേബിൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ആ ടേബിൾ സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്? സൈൻ എപ്പോഴാണ് 1/2 വരുന്നത്? π/6ലാണ്. π/6ലാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുക? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ π/6 ആണ്. ഇവിടെ മൈനസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് വെറും 1/2 π/6 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് പറയുന്നത് -π/6 ആണ്. അതൊരു റൂളാണ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാലും യാതൊരു കുഴപ്പമില്ല. ആൻസർ ആ മൈനസ് തന്നെ ഇട്ട് കൊടുത്തിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതിയാൽ മതി. സൈനിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ കുഴപ്പമില്ല. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മാത്രം കാണാൻ നെഗറ്റീവ് കൊടുക്കുക. അത് സൈനിൻ്റെ പ്രത്യേകതയാണ്. കോസ് ആണെങ്കിലാണ് പൈ മൈനസ് ചെയ്യുക. അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളെല്ലാം ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഒരു 10 മാർക്കിൻ്റെ ഉറപ്പുള്ള ചോദ്യമുണ്ട് +2 മാത്സ് ഓണപരീക്ഷയ്ക്ക്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇതുപോലത്തെ വേറെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.